ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വെച്ച ബീഫ് റോസ്റ്റാണ്. നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്നൊന്ന് നോക്കാം. ആദ്യമേ തന്നെ ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം. ഞാൻ ഏകദേശം ഒരു 10-20 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുടം വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 2-3 പച്ചമുളക്, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങൾ എത്രയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ അളവിനനുസരിച്ച് എടുക്കാം. ഞാനിപ്പോൾ ഒരു കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പൊടികളാണ്. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, പിന്നെ ഒരല്പം ഗരം മസാലയും ഒരല്പം പെരിഞ്ജീരകപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. ബീഫ് ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചതാണ്. ഞാനിപ്പോൾ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ താഴെ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഉലുവ ഒന്ന് പൊട്ടി വരുമ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങാക്കൊത്ത് ആദ്യമേ ചേർക്കുന്നത് ഒന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തേങ്ങാക്കൊത്ത് ചേർത്ത് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒരുപാടങ്ങ് മൂത്ത് പോകണ്ട, ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നാൽ മാത്രം മതി. അപ്പോൾ തേങ്ങാക്കൊത്ത് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കഴിഞ്ഞിട്ട് അതൊന്നുകൂടെ ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഒന്നങ്ങ് വാടിയാൽ മതി. ഇനി അതിലേക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അതായത് നമ്മൾ എടുത്തു വെച്ച് ചുവന്നുള്ളി മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുകയാണ്. ഒപ്പം തന്നെ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ചുവന്നുള്ളി നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിയായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. ഞാൻ ലേശം വലുതായിട്ട് തന്നെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ബീഫിൻ്റെ കൂടെ തന്നെ ഒന്ന് വെന്ത് കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചേർത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിയായിട്ട് അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ചേർത്ത് എല്ലാം ഒന്ന് നന്നായിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കതിനകത്തേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് ഞാനിതിനകത്തേക്ക്. അപ്പോൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, ഒരല്പം ഗരം മസാല, പിന്നെ കുറച്ച് കുരുമുളക് പൊടി. കുരുമുളക് പൊടി നിങ്ങൾക്ക് ലാസ്റ്റ് ചേർക്കുകയാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരുമിച്ച് ചേർത്തന്നേ ഉള്ളൂ. ഇങ്ങനെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഈ പൊടികളൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നവരെ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിത് അല്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പെല്ലാം ചേർത്ത് വേവിച്ചെടുത്ത ബീഫാണ്. ഈ ബീഫ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ബീഫിൻ്റെ വെള്ളമുണ്ട്. നിങ്ങൾക്ക് ആ വെള്ളം ചേർക്കാതെ ഇതുപോലെ ആക്കിയെടുക്കാനാണെങ്കിൽ അങ്ങനെ എടുക്കാം. ഇനിയിപ്പോൾ ആ വെള്ളം കൂടെ ചേർത്ത് ഒരല്പസമയം ഒന്ന് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഉള്ളി, വെളുത്തുള്ളി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വെന്ത് ആ വെള്ളത്തിനകത്ത് കിടന്ന് വെന്ത് വരും. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. അല്ല ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കുകയാണെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ നമ്മൾ ബീഫ് വേവിച്ച് വെച്ചിരിക്കുന്ന ആ വെള്ളം ഉണ്ടല്ലോ, അത് കുറച്ച് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വേവാൻ വേണ്ടി മാത്രം ഒരല്പം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാടങ്ങ് ഒഴിച്ചു കൊടുക്കണ്ട. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരണം. ഇപ്പം ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ തിളച്ച് വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ നന്നായിട്ട് തിളച്ച് ആ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് നമ്മുടെ ബീഫ് റോസ്റ്റ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ച് കുരുമുളക് പൊടി നേരത്തെ ചേർക്കാത്തവർക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ സമയത്ത് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ നേരത്തെ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മുടെ അടിപൊളി ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ബീഫ് റോസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.